വീട്ടു പോട്ടെ. അമ്മ എന്നെ വർക്ക് പറയൂ. ഞാനും പോകാം. നാളെ നമുക്ക് പൂരത്തിന് പോകാട്ടോ. കൊറേ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കാം. പോകട്ടെ. അതുണ്ടല്ലോ, ഇത് നോക്കിയേ, സ്കൂളിൽ നിന്ന് പടം വരച്ചതിന് സമ്മാനം കിട്ടിയതാ. എന്താ അനുമോൾ എവിടെ? അതല്ല അച്ഛാ, ഇത് നോക്കിയേ, ഇത് നോക്ക് അച്ഛാ. അച്ഛൻ്റെ മോൾ എവിടെയായിരുന്നടാ? മോൾ എന്തെടുക്കുമായിരുന്നു? ഞാനോളും TV കാണുമായിരുന്നു. TV? ദേ അച്ഛനെന്താ കൊണ്ടുവന്നേ നോക്കിക്കേ. ചേട്ടനും മോളും അകത്ത് പോയിരുന്ന് കഴിച്ചോ കേട്ടോ. എന്താ നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പോയിരുന്ന് പഠിക്ക്. അറിവ് അഥവാ തിരിച്ചറിവ്. അറിവ് അഥവാ തിരിച്ചറിവ്. അറിവ് അഥവാ തിരിച്ചറിവ്. അറിവ്. അനുമോളെ, അനുമോളെ, വാ നമുക്ക് ചോറ് കഴിക്കാം. അമ്മേ, എനിക്കും കൂടി ഒന്ന് വാരി തരുമോ? അപ്പു, അപ്പു ഇച്ചിരി വലിയ കുട്ടിയായില്ലേ, നീ തന്നെ വാരി കഴിക്ക്. അപ്പൊ അമ്മ അവൾക്ക് വാരി കൊടുക്കണ്ടല്ലോ, പിന്നെന്താ എനിക്ക് വാരി തന്നാ? അപ്പുവിനെ പോലെയാണോ അനുമോള്? മോൻ ആ TV-യിലെ പരിപാടികളൊക്കെ ഒന്ന് നോക്കിയേ. നീ പഠിക്കാതെ TV നോക്കിയിരിക്കാനോ? പോയിരുന്ന് പഠിക്കാൻ നോക്ക്. അമ്മ മക്കളോട് ഒരു ഇഷ്ടമുള്ളൊരു കാര്യം പറയട്ടെ. നാളെ നമുക്ക് നമ്മുടെ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് പോയാലോ? ഹായ്, പോകാം പോകാം. നമ്മൾ എപ്പോഴാ പോണേ? അപ്പോ നമുക്ക് നാളെ നേരത്തെ എണ്ണിക്കണം, രാവിലെ പോയി അമ്പലത്തിൽ തൊഴണം. അത് കഴിഞ്ഞ് വൈകിട്ട് അമ്പലത്തില് കുറെ കലാപരിപാടികളൊക്കെ ഉള്ളതല്ലേ, അതൊക്കെ കാണണ്ടേ നമുക്ക്. തിരിച്ചറിവ്. അറിവ് അഥവാ തിരിച്ചറിവ്.
അറിവ് അഥവാ ആ തിരിച്ചറിവ്. അയ്യോ ശി 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 അറിവ് അഥവാ തിരിച്ചറിവ്. അറിവ് അഥവാ തിരിച്ചറിവ് അഥവാ തിരിച്ചറിവ്. അറിവ് അഥവാ തിരിച്ചറിവ്. അറിവ് ഹലോ അഥവാ തിരിച്ചറിവ്. അറിവ് അഥവാ തിരിച്ചറിവ്. അറിവ് ഉധർ ജാओ അഥവാ തിരിച്ചറിവ്. അറിവ് അഥവാ തിരിച്ചറിവ്. അറിവ് ബലൂൺ വേണോ ബലൂൺ ബലൂൺ വേണോ ബലൂൺ 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 വേണോ ബലൂൺ ഹായ് ബലൂണ് അമ്മ ബലൂണ് അമ്മ എനിക്ക് ഒരു വേണ്ട വേണ്ട, വില കൂടുതലാവും. എത്രയാണ് മോനെ? ഇത് 10ന്റെ ഇത് 5ന്റെ ഇതിനോ? അത് 5ന്റെ എന്നാ അത് കൊടുക്ക്. രണ്ടെണ്ണം എടുക്കുമ്പോ ഫ്രീ ഉണ്ടോ? അമ്മ എനിക്കിത് ഇഷ്ടമായി എന്നാ അത് കൊടുത്തോളൂ. ഒരാളെ തോളൂ. അണുമോളെ ന ബലൂണ് അനുമോളെ എപ്പോൾ എത്തി നേരത്തെ എത്തിനോ ആ പിന്നെ നിന്റെ ഏട്ടന് പടം വരയ്ക്കുന്ന അമ്പലത്തിൽ സമ്മാനം കൊടുത്തോ? കിട്ടിയെന്നറിഞ്ഞോ എന്നാ തോളൂ. ഒരു പച്ചക്കുതിര ആടാ അത് കാണിക്കുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ. എടാ അത് നമ്മുടെ ക്ലാസ് പഠിക്കുന്ന അപ്പു അല്ലേ അത് അവന്റെ അനിയത്തിയായി തോന്നുന്നേ അതേടാ ശരിയാണല്ലോ, അത് അവന്റെ അനിയത്തി തന്നെ. ബലൂൺ വേണോ ബലൂൺ ബലൂൺ വേണോ ബലൂൺ ബലൂൺ വേണോ ബലൂൺ അഥവാ തിരിച്ചറിവ്. അറിവ് അഥവാ തിരിച്ചറിവ്. അനുമോൾക്ക് പൂരൊക്കെ ഇഷ്ടായോ? ഉറക്കം വരുന്നുണ്ടോ? എന്നാ കിടന്നോ.
അനുമോളെ, അനു, ദാ നീ ഇത് കുടിച്ചോ. അച്ഛൻ പൂരപ്പറമ്പിൽ നമുക്ക് കൊണ്ടുവന്നതാ. ഞാനേ നേരത്തെ കുടിച്ചതാ. നീ ഉറങ്ങിപ്പോയതുകൊണ്ട് നിനക്ക് വേണ്ടി വെച്ചതാ. ദാ നീ ഇത് കുടിച്ചോ. ഓ എന്താടി മോൾക്ക് എന്താ പറ്റിയേ? നമുക്കവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. നീ അപ്പുറത്തെ ആന്റിയുടെ വീട്ടിൽ പോയിരുന്നോട്ടോ. കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ അനിയത്തിക്ക് ഒന്നും വരുത്തരുതേ. അയ്യോ, അവള് മരിച്ചു പോവോ? എനിക്ക് വല്ലാതെ പേടിയാവുന്നു. വീട്ടിലുണ്ടാവുമ്പോ എല്ലാവർക്കും അവള് വലിയ ഇഷ്ടാ. എല്ലാവർക്കും പുറത്തിറങ്ങിയാൽ എല്ലാരും മോളെ കാണിച്ച് എന്നെ കളിയാക്കുക. അതൊക്കെ കേട്ട് എനിക്ക് വിഷമവും ദേഷ്യവും ഒക്കെ വന്നു പോയതാ. അതുകൊണ്ട് അറിയാതെ ചെയ്തു പോയതാണ്. അവളൊന്നും വരുത്തരുതേ. അവളൊരു പാവാണ്. അവളെ രക്ഷിക്കണേ, രക്ഷിക്കണേ ഭഗവാനെ. മോനെ, നിനക്കറിയോ അവൾക്ക് ആരോടാ കൂടുതൽ ഇഷ്ടമെന്ന്? അച്ഛനോടും അമ്മയോടൊന്നല്ല, നിന്നോട് അവൾക്ക് കൂടുതൽ ഇഷ്ടം. നിന്നോടൊപ്പം കളിക്കാൻ, TV കാണാൻ, അമ്പലത്തിൽ പോകാൻ, എല്ലാത്തിനും അവൾക്ക് ഏട്ടം വേണമായിരുന്നില്ലേ? അവളെ പോലൊരു കുഞ്ഞ് വീട്ടിലുണ്ടാകുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം ഒരു ത്രാസ് പോലെ ആവുകയാണ്. അവളെ നോക്കി പരിപാലിക്കുക, അവളുടെ ഭാവി എന്താകും, അങ്ങനെ 1000 ആഗ്രഹങ്ങൾ പിന്നീട് അവളോടുള്ളൊരു വാത്സല്യമായി മാറുകയാണ്. അവളുടെ നിഷ്കളങ്കമായ ചിരിയിലേക്ക് അവളുടെ ജീവിതം ശരിവെക്കുന്നു. അവർ ഈ ലോകത്ത് മറ്റൊന്നും കാണുന്നില്ല. ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച അവളെ ഒരു പോറൽ പോലും കൂടാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിപ്പോയോ? മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞങ്ങൾ നിന്നോടൊപ്പം ഇല്ലേ? ഞങ്ങളില്ലാത്തൊരു ദിവസം മതി അവൾ ഇല്ലാതാവാൻ. ഞങ്ങളില്ലാത്തപ്പോൾ നീ വേണം അവളുടെ കൈ പിടിക്കാൻ, കൂട്ടിനിരിക്കാൻ. എന്നിട്ട് എന്തേ മോനിങ്ങനെ ചിന്തിക്കാൻ? സോറി അച്ഛാ, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. എന്നെ ക്ഷമിക്ക്. ഞാൻ അറിയാതെ ചെയ്തു പോയതാ. ഏട്ടാ, നീ കരയണ്ട, അവൾക്കൊന്നും പറ്റിയിട്ടില്ല. നീ കരച്ചിൽ നിർത്തി അങ്ങോട്ടൊന്ന് നോക്കിയേ ആരാ വരുന്നേന്ന്. അവൾ എവിടെ അച്ഛാ? എനിക്ക് അവളെ കാണണം, എനിക്ക് അവളെ കാണണം അച്ഛാ. കരച്ചിൽ നിർത്തി നോക്കണം അങ്ങോട്ട്. അനു, ഇതാ